അപ്പോൾ ഹലോ, നിങ്ങൾ തമ്പനയിൽ കണ്ടപോലെ തന്നെ മരണ വീട്ടിൽ നിന്ന് കഴിയുമ്പോൾ ചിരി വരാറുണ്ടോ? ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും, അല്ല ചിലവർക്ക് ഫീൽ ആയിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾ ആശ്ചര്യത്തോടു കൂടി നോക്കുന്ന ഒരു കാര്യമുണ്ട്. മരണ വീട്ടിൽ പോയി ചിരിക്കേ, എന്ത് വിഡിത്തത്, പൊട്ടത്തരം. അത് അവിടുത്തെ ആ വീട്ടുകാരോട് ബഹുമാനക്കുറവോ അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു അഹങ്കാരം കാണിക്കുന്നതല്ല. ഇത് അറിയാതെ ബ്രെയിനിൽ സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. കല്യാണരാമൻ സിനിമയിലെ മരണ വീട്ടിൽ നിൽക്കുമ്പോൾ ദിലീപേട്ടനോട് കുഞ്ചാക്കോൻ ചോദിക്കുന്നുണ്ട്, എന്താ രാമൻകുട്ടി ഇത്ര ഗൗരവം, പിന്നെ മരിച്ചുകൂട്ടി പിന്നെ എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു സീന് പലർക്കും ഓർമ്മയുണ്ടാവും. അപ്പോൾ ഈ ഒരു സീൻ കണക്ട് ചെയ്തുകൊണ്ട് എന്താണ് നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് ചിരി വരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിനെയാണ് നമ്മൾ ഫോർബിഡൻ ഫ്രൂട്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കാര്യം ചെയ്യാതിരിക്കാനോ റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം ചെയ്യാനായിട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ ടെൻഡൻസി ഉണ്ടാവും. ഈ പേര് എങ്ങനെയാണ് ഉടലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിലെ ആദത്തിൻ്റെയും അവയുടെയും കഥയിൽ നിന്നാണ്. ഏദൻ തോട്ടത്തിലെ വിലക്കപ്പെട്ട കനി കഴിക്കരുത് എന്ന് അവിടെ ഒരു റൂൾ അവർക്കുണ്ടായിരുന്നു. പക്ഷെ ആ റൂൾ അവർ ബ്രേക്ക് ചെയ്തു. അങ്ങനെയാണ് ഈ പേര് ഇതിലേക്ക് കണക്റ്റായി വന്നത്. ഇതിനെ ശാസ്ത്രജ്ഞന്മാർ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊരു സൈക്കോളജിക്കൽ റിയാക്റ്റൻസ് ആണ്. അതായത് മനുഷ്യർ പൊതുവെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവരുടെ സ്വാതന്ത്ര്യം പിടിച്ചു വയ്ക്കാൻ സമ്മതിക്കില്ല. എന്ത് നമ്മൾ ചെയ്യണ്ട എന്ന് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് തന്നെ ചെയ്യും. കാരണം അവർ ഇന്നസെൻ്റ് ആയതുകൊണ്ട് അവരുടെ റെസ്ട്രിക്ഷൻസിന് എതിരെ പ്രവർത്തിക്കാൻ അവർ പ്രകടിപ്പിക്കുന്നു, എക്സ്പ്രസ് ചെയ്യും അവർ. പക്ഷെ നമ്മൾ വലുതായി കഴിഞ്ഞപ്പോൾ, അതായത് കുറേ തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും നമ്മൾ അഡാപ്റ്റ് ചെയ്തു. അതായത് പല സ്ഥലത്ത് നോ പറയാത്ത രീതിയിൽ അഡാപ്റ്റ് ചെയ്തു പോയതുകൊണ്ടാണ് നമ്മളിത് പ്രകടിപ്പിക്കാത്തത്. ഈ കാര്യം നമുക്ക് വളരെ പ്രാക്ടിക്കലായിട്ട് കുറച്ച് എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ, എക്സാം ഹോൾ കോപ്പി അടിക്കുന്ന ടെൻഡൻസി. എക്സാം ഹോളിൽ എന്താണ് റൂള്? കോപ്പി അടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ മൈൻഡ് അത് തോന്നിപ്പിക്കും, നമ്മൾ അറിയാണ്ട് ചെയ്തു പോകുന്ന പ്രവൃത്തിയാണ്. രണ്ടാമത്തത് മെഡിറ്റേഷൻ. ഗ്രൂപ്പായിട്ട് നമ്മളൊരു ഹാളിൽ നിന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ചിരി വരും. കാരണം എന്താ, അവിടെ റെസ്ട്രിക്റ്റഡാണ്. അതായത് സൈലൻ്റ് ആയിട്ടിരിക്കണം, തമാശ കളിക്കരുത്, ചിരിക്കരുത്, ഒച്ച ഉണ്ടാക്കരുത് എന്നുള്ള റെസ്ട്രിക്ഷൻ ഓൾറെഡി വന്നതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യാനായിട്ടാണ് നമ്മുടെ ബ്രെയിൻ സ്റ്റാർട്ട് ചെയ്യുക. അതായത് ബ്രെയിനിന് ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൈക്കോളജിക്കൽ റിയാക്റ്റൻസ് എന്നുള്ള തിയറി അവിടെ വർക്കൗട്ട് ആവുന്നതുകൊണ്ടാണ്. ഇനി പലർക്കും ഫേസ് ചെയ്തൊരു കാര്യമാണ്, ബേക്കറി ഐറ്റംസ് കഴിക്കില്ല, ഞാൻ എണ്ണക്കടികൾ ഒഴിവാക്കും എന്ന് പറഞ്ഞ് തീരുമാനം എടുത്തതിന് ശേഷം അതിൻ്റെ തലേ ദിവസം വരെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ആ തീരുമാനം എടുത്തതിൻ്റെ പിറ്റേ ദിവസം മുതൽ നമ്മൾ പുറത്തു പോകുന്നു, മറ്റേ ഫംഗ്ഷൻ നമ്മൾ നോർമലി കഴിക്കുന്നതിനകത്ത് കൂടുതൽ നമ്മൾ കഴിക്കും. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തു നമ്മുടെ ബ്രെയിനിനെ. അതുകൊണ്ട് ബ്രെയിൻ സ്വാതന്ത്ര്യം അന്വേഷിച്ച് ബ്രേക്ക് ചെയ്തതാണ്. ഇനി ഇതിനെങ്ങനെ ഓവർകം ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ കേസിന് എടുക്കാം, ഏത് മരണ വീട്ടിലെ. അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചിരിയുടെ ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ നോക്കിയിട്ട് അതിൻ്റെ ഡിസൈൻ ജസ്റ്റ് ഒന്ന് നോക്കുക. എക്സാമ്പിൾ, ചെയർ അവിടെ ഉണ്ട്, കാർപ്പറ്റ് അവിടെ ഉണ്ട്, ആ കാർപ്പറ്റിലെ ഡിസൈനിൻ്റെ പാറ്റേൺ വെറുതെ നോക്കുക. രണ്ടാമത്തെ വഴി എന്താ വെച്ച് കഴിഞ്ഞാൽ 100 നിന്ന് 0 വരെ താഴോട്ട് എണ്ണുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 കുറച്ച് എണ്ണുക. 100, 93, 87 അങ്ങനെ താഴത്തേക്ക് ഇല്ല. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഓൾറെഡി വേറൊരു കാൽക്കുലേഷനിൽ നമ്മുടെ ശ്രദ്ധ മാറിപ്പോകാനായിട്ട് പറ്റും. ഇനി നമ്മളെന്തെങ്കിലും പർട്ടിക്കുലർ റൂൾസാണ് എടുത്തെങ്കിൽ അത് ഫോളോ ചെയ്യണമെങ്കിൽ ഞാൻ മധുരം കഴിക്കില്ല, അല്ലെങ്കിൽ ഞാൻ എണ്ണക്കടി കഴിക്കില്ല എന്നുള്ളതിനും കാട്ടും ഞാൻ എണ്ണക്കടി ഇന്ന് കഴിക്കാതിരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുക, അങ്ങനെ തിങ്ക് ചെയ്യുക, അങ്ങനെ മാറ്റി ചിന്തിക്കുക. അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് ഈ കാര്യത്തിലൊക്കെ ഓവർകം കിട്ടും. അപ്പോൾ ആരും പ്രഷർ അടിക്കേണ്ട, അല്ലെങ്കിൽ ആരും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ഒരു സ്ഥലത്ത് സീരിയസ് ആയ സിറ്റുവേഷനിൽ ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒറ്റയല്ല, കുറേ ആൾക്കാർക്ക് അങ്ങനത്തെ ആൾക്കാരുണ്ട്. ബട്ട് അതിനെ ഓവർകം ചെയ്യാൻ ഈ ടെക്നിക്സ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.